നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്നും, നിങ്ങളുടെ മനസ്സിൽ ഇതുവരെയും നടക്കാതെ ബാക്കി നിൽക്കുന്ന ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന കാര്യവുമാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായി നിങ്ങൾക്കിവിടെ 2 ചിത്രങ്ങളാണ് ഇന്ന് നൽകിയിട്ടുള്ളത്. ആദ്യം തന്നെ ഫസ്റ്റ് പയലായി നൽകിയിരിക്കുന്നത് താമരയും സെക്കൻഡ് പയലായി നൽകിയിട്ടുള്ളത് സൂര്യകാന്തിയുമാണ്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. മനസ്സൊന്ന് ഏകാഗ്രമാക്കി നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് ശേഷം ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ എല്ലാവരും ഒരു ചിത്രം സെലക്ട് ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ ഇവിടെ ഫസ്റ്റ് പയലായി നൽകിയിരിക്കുന്ന താമര തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ധനപരമായ ചില നേട്ടങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. സാമ്പത്തികപരമായ നിരവധി വിഷമങ്ങൾ ഇപ്പോഴും നിങ്ങളെ അലട്ടുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം അല്പം ആശ്വാസം നൽകുന്ന രീതിയിൽ മികച്ച മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ ഇനി വരും നാളുകളിൽ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതുവരെയും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കാനും അവരുടെ ജീവിതം നല്ല രീതിയിൽ വരുത്താനും അങ്ങനെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പെട്ടെന്ന് മനസ്സലിയുന്ന വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളിപ്പോൾ വളരെയധികം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത്തരത്തിലുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള നിരവധി പ്രശ്നങ്ങൾ മൂലമാകാം. ഒരുപക്ഷെ സാമ്പത്തികപരമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി മൂലമാകാം. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മനസ്സിൻ്റെ ധൈര്യം നഷ്ടപ്പെട്ട് ഇനി എന്താണ്, എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകുന്നതാണ്. അങ്ങനെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത്. അതായത് മനസ്സിന് നഷ്ടമായേക്കുന്ന ധൈര്യവും സമാധാനവും എല്ലാം തിരിച്ച് നിങ്ങളിൽ വന്നെത്തുന്നതാണ്. അതിനുവേണ്ട പല ഇടപെടലുകളും അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വന്നെത്തുന്നതാണ്. അതുപോലെ നിങ്ങളുടെ തെറ്റായ തീരുമാനങ്ങൾ മൂലം ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചവരാണ് നിങ്ങൾ. ആ സമയത്തൊന്നും മറ്റാരും ഒരു ഉപദേശം നൽകാൻ പോലും നിങ്ങൾക്കരികിൽ ഇല്ലായിരുന്നു. വളരെയധികം ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങളെ തുണച്ച ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ടും തുണയായിട്ട് ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ മനോധൈര്യമെല്ലാം ഇരട്ടിയായിട്ട് നിങ്ങളിൽ വന്നു ചേരും. മനോധൈര്യവും ഭാഗ്യവുമെല്ലാം ഇനിയുള്ള നാളുകളിൽ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും ആഗ്രഹം നടക്കാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ നടന്നു കിട്ടുന്നതാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള ആരോഗ്യവും മനോധൈര്യവും നിങ്ങൾക്കിനി ഉണ്ടാകും. അതിനുവേണ്ടി അവസരോചിതമായ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ, നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനും എല്ലാമുള്ള മനസ്സ് ആ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്നെത്താനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ മുന്നോട്ടുള്ള നാളുകളിൽ നിരവധി തടസ്സങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ആ തടസ്സങ്ങൾ മറികടക്കാൻ സാധിക്കും. നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ തളർത്താൻ ഒരിക്കലും സാധിക്കില്ല. അതുപോലെ തന്നെ ചില വ്യക്തികളുടെ കടന്നുവരവ് നിങ്ങൾക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിട്ടാണ് ബാധിച്ചിട്ടുള്ളത്. എന്നാൽ അവരെ കുറ്റപ്പെടുത്താനോ അവരോട് പകരം വീട്ടാനോ ഒന്നും നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരശക്തി ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്ന ചിന്ത നിങ്ങളിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ
നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് ഉള്ള ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെ ആ ശക്തി നൽകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരാണ്. കഴിഞ്ഞുപോയ മോശം അനുഭവങ്ങൾ മനസ്സിൽ നിന്നും മാറ്റി മനസ്സിനെ എപ്പോഴും പോസിറ്റീവായി വയ്ക്കാൻ ശ്രമിക്കുക. തീർച്ചയായും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു പുതുവെളിച്ചം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയലായ താമര സെലക്ട് ചെയ്തവരുടെ റീഡിങ്. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ സംഭവിക്കണമെന്നില്ല. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായോ നിങ്ങളുടെ സ്വഭാവവുമായോ ഇവിടെ പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സാമ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. മറിച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ്. അടുത്തതായി സെക്കൻഡ് പയലായ സൂര്യകാന്തി തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഫലം എന്ന് നോക്കാം. ഈ സമയത്ത് ഈശ്വരാധീനം നിങ്ങളിൽ ഏറെ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരുവാനുള്ള സാധ്യത കൂടുതലാണ്. ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാനും അതിനുള്ള സാധ്യതയും ഏറെയാണ്. ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും എല്ലാവരോടും തുറന്നു പറയാറില്ല നിങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പലരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ എന്നിവ സംഭവിക്കാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. അതിനാൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും കൂടുതൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു സന്ദേശം എന്തെന്നാൽ, മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നിക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ്. അതുപോലെ ഇനി വരുന്ന ആളുകളിൽ പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. അതിലൂടെ ചില നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കും. അതിലൂടെ മറ്റുള്ളവരുടെ അംഗീകാരവും അഭിനന്ദനങ്ങളും എല്ലാം നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ കുടുംബപരമായി ചില വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഏറ്റവും മികച്ച രീതിയിൽ ജീവിതത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. ആ ഒരു ചിന്ത നിങ്ങൾക്ക് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും വിജയം നേരിടുവാനും സാധിക്കും. സത്യസന്ധമായ പ്രവർത്തികൾ മാത്രമാണ് നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. വളരെ സത്യസന്ധരായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ മറ്റുള്ളവർ അത് തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഭാവിയിൽ മറ്റുള്ളവർ നിങ്ങളുടെ നന്മയും കഴിവും എല്ലാം തിരിച്ചറിയുന്നതിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും എല്ലാം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങൾ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ അത് കൃത്യമായ വേളയിൽ നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരുമെന്നാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മറ്റൊരു സന്ദേശം. ധനപരമായി നേട്ടം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിനുള്ള അവസരങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്നതാണ്. അവഗണന പല അവസരങ്ങളിലും നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പലരും മാറ്റി നിർത്തിയിട്ടുമുണ്ട്. ജീവിതത്തിൽ പലപ്പോഴായി ഒറ്റപ്പെടലുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും പല വിധത്തിലുള്ള ദുഃഖങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. നടക്കുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നടക്കാതിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഇതെല്ലാം താൽക്കാലികം മാത്രമാണ് എന്നത് നിങ്ങൾ ഓർക്കേണ്ടിയ ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന തടസ്സങ്ങൾക്കെല്ലാം ഇനി വരും ദിവസങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്.